ഞാൻ പ്രേമരാജൻ, റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ ഭാര്യ സുധാറാണിക്ക് ഉള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് MBR ആയുർവേദ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഞാൻ സുധാറാണി, റിട്ടയർഡ് ടീച്ചറാണ്. 10-25 വർഷമായി ജോയിൻറ്റ് പെയിനും ആർത്രൈറ്റിസുമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. കുറേ സ്ഥാപനങ്ങളിൽ ഞാൻ ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ 25-ാം തീയതി അഡ്മിറ്റായതാണ്. ഡോക്ടർ മുരളീധരനായിരുന്നു ചികിത്സിച്ചത്. ഇന്നേക്ക് 3 ആഴ്ചയായി ഞാൻ അഡ്മിറ്റായിട്ട്. ഇന്ന് ഡിസ്ചാർജാണ്. വേദന വളരെയധികം സുഖമുണ്ട്. എനിക്ക് ഇത്ര ആശ്വാസം എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജായി പോകുന്നത്. നേരത്തെ ഇവിടുന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഭേദമായ എൻ്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. വളരെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ എത്രത്തോളം ശരിയാണെന്ന് ബോധ്യമായത്. ഇവിടുത്തെ സ്റ്റാഫും മെഡിക്കൽ സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര എളുപ്പത്തിലുള്ള ഒരു റിക്കവറി സാധ്യമായെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൃത്യമായ സമയത്ത് മരുന്ന് തരിക, അതേമാതിരി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വൃത്തിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെ ചിട്ടയായ ഒരു മെയിൻ്റനൻസ് ഇവിടെ നടന്നു വരുന്നത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു അന്തരീക്ഷം പൊതുവെ രോഗശാന്തിക്ക് ശമനത്തിന് ഏറെ അനുകൂലമായൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ശാന്തമായ കുറേ മരക്കൂട്ടങ്ങൾക്കിടയിലുള്ള വൃത്തിയും നല്ല കാറ്റും കിട്ടുന്ന ഒരു ആശ്രമ പരിസരമാണ് ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മൊത്തത്തിൽ ഇവിടെ സ്റ്റാഫ് തന്നെ അവരുടെ ആത്മാർത്ഥത കൊണ്ടും സേവന താല്പര്യം കൊണ്ടുമൊക്കെ തന്നെ രോഗികളെ വളരെയേറെ ആശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു വീട്ടിലുള്ളൊരു അവസ്ഥയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പുറത്തൊരു സ്ഥലത്ത് താമസിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായതേയില്ല. ഞങ്ങൾ എന്ത് വിഷമം പറഞ്ഞാലും ഏത് നട്ടപ്പാതിരക്കും നേഴ്സും സ്റ്റാഫൊക്കെ ഓടിയെത്തുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ എനിക്കിവിടെ ഈ യോഗയുടെയൊക്കെ പരിശീലനങ്ങൾ കൊടുക്കുന്നത് വളരെ ഗുണകരമായിരുന്നു. കാരണം അതിനെപ്പറ്റി വളരെ സൂക്ഷ്മതലത്തിലുള്ള കുറേ യോഗ വ്യായാമങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പഞ്ചകർമ്മ ആളുകളൊക്കെ മറ്റു പല സ്ഥലങ്ങളിലും വലിയ ചെറിയ സമയം കൊണ്ട് തീർക്കുന്ന കാര്യങ്ങൾ സമയമെടുത്ത് രോഗിയുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തിട്ട് ഒരു രോഗിക്ക് ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറിലേറെ സമയം ചിലവാക്കിയിട്ടാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വേഗം റിക്കവറി ആയതിന് കാരണം തന്നെ അത്തരം ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മേന്മ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രത്യേകമായി എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്, ഇവിടെ മരുന്ന് ഹോസ്പിറ്റൽ ഫാർമസി കിട്ടാതെ വന്നപ്പോൾ തൊട്ടടുത്ത് എവിടെയും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചികിത്സ ഡോക്ടർ തന്നെ പിറ്റേന്ന് മരുന്നും കൊണ്ട് വന്നത് വളരെ ഒരു അതിശയിപ്പിക്കുന്ന അനുഭവമായിരുന്നു. കാരണം ഇങ്ങനെയൊന്നും ആത്മാർത്ഥത ഡോക്ടർമാർ സാധാരണ കാണിക്കാറില്ല. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രോഗിക്ക് മരുന്ന് എഴുതി കൊടുക്കുക മാത്രമല്ല ഡോക്ടറുടെ ഉത്തരവാദിത്വം. എഴുതി കൊടുത്ത മരുന്ന് കൃത്യമായി കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതോട് മാത്രമേ ഡോക്ടറുടെ ഉത്തരവാദിത്വം പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ അത് ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊക്കെ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നും ഞങ്ങൾ കരുതുകയാണ്.